ഹലോ, എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇടുന്നത്. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാതെ ഇരുന്നത്. പിന്നെ രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിനി. പിന്നെ എനിക്ക് നിങ്ങളോട് വേറെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റിനും പിന്നെ എനിക്കൊരു ഫ്രഷ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് മോശമായ രീതിയിലൊന്നും ഞാൻ ഇതുവരെ ഒരു വീഡിയോസും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റേതായിട്ടുള്ള രീതികൾക്ക് അനുസരിച്ചാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ അവർ വീഡിയോ ചെയ്യുക എന്നത്. അത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അല്ലാതെ നമ്മൾ ചുമ്മാ ഇതാക്കുന്നതല്ല. ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ മോളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാനൊരു ഫാമിലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു മോളുണ്ട്, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ അവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾക്കനുസരിച്ചായിരിക്കും ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മറ്റുള്ളവർക്ക് മോശം വരുന്ന രീതിയിലൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇത് പേഴ്സണലി എനിക്ക് വന്ന മെസ്സേജ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയാനുള്ള കാരണം. അല്ലാതെ എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. മൃദംഗശേശ്വരിയിലായിരുന്നു അന്ന് പോയിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് വീട്ടിൽ വന്നതിന് ശേഷം നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ പാൽപ്പായസവുമാണ് വെച്ചത്. കാരണം വെച്ചാൽ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക, ഫുഡ് ഉണ്ടാക്കി ഒന്നെങ്കിൽ മകൾക്ക്, അച്ഛൻ, അമ്മ അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ ഫുഡ് സെർവ് ചെയ്യും. പിന്നെ കേക്കും കാര്യങ്ങളൊന്നും മുറിച്ചില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അത്രയ്ക്കും വലിയ കേക്കിൽ വലിയ ഇതൊന്നുമല്ല. ഓക്കെ, താങ്ക് യു. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.